കുടുംബവൈരാഗ്യത്തിന്റെ പേരിൽ യുവാവിനെ കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമമെന്ന് പരാതി. തിരുവനന്തപുരം അണ്ടൂർക്കോണം സ്വദേശി ഷിറോസ് ഖാനാണ് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയത്. എതിർകക്ഷിയുടെ IAS ഉദ്യോഗസ്ഥനായ മകൻ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് കള്ളക്കേസ് ചമയ്ക്കാൻ കൂട്ടുനിന്നതായും പരാതിയിൽ പറയുന്നു. അണ്ടൂർക്കോണം സ്വദേശി ഷിറോസ് ഖാനാണ് ബന്ധുവായ നസിമുദ്ദീനെതിരെ പരാതിയുമായി എത്തിയത്. നിസാര വാക്കുതർക്കത്തെ വളച്ചൊടിച്ച് ആയുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചതായി നസിമുദ്ദീൻ വ്യാജക്കേസ് ചമച്ചെന്നാണ് പരാതി. പുള്ളിയുടെ ബ്രദറിൻ്റെ ഒരു വസ്തുവൊക്കെ പിടിച്ചടക്കുകയും കയ്യേറൊക്കെ ചെയ്ത് അത് ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ തന്നെ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, നിന്നെ കള്ളക്കേസ് കൊടുക്കും, നിന്റെ ബിസിനസ്സുകൾ തകർക്കും, നിന്നെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. നിസാമുദ്ദീന്റെ മകൻ IAS ഉദ്യോഗസ്ഥനായ സിയാദ് ഔദ്യോഗിക പദവി ഉപയോഗിച്ച് കള്ളക്കേസ് ചമയ്ക്കാൻ കൂട്ടുനിൽക്കുന്നതായും ഷിറോസിന്റെ പരാതിയിലുണ്ട്. അതായത് IAS കാരൻ്റെ ഫാദറിനെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രശ്നം ഈ അന്വേഷണം വരുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറയും നാട്ടിലൊക്കെ അന്വേഷിക്കൂ എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരനെ അന്വേഷിച്ചു. അത് കേസൊന്നുമില്ല, വേണമെങ്കിൽ വിളിച്ചോളാം എന്ന് പറഞ്ഞാണ് പോയത്. പക്ഷേ പിറ്റേ ദിവസം അറിയുന്നു ആംസ് ആക്ട് ഇട്ട് കേസ് എടുത്തിട്ടുണ്ടെന്ന് അറിയുന്നു. ബംഗാളിൽ സബ് കളക്ടറായ സിയാദ് IASനെ ബന്ധപ്പെട്ടപ്പോൾ കിട്ടിയ മറുപടി ഇങ്ങനെ: ഉപദ്രവിച്ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉടനെ മംഗലാപുരം സ്റ്റേഷനിൽ അറിയിക്കാനാണ് പറയുന്നത്. നമ്മുടെ ജുറിസ്ഡിക്ഷൻ വന്നിട്ട് മംഗലാപുരം സ്റ്റേഷനിൽ അവർക്ക് സ്റ്റേഷനിൽ അറിയിച്ചു. അപ്പോൾ തന്നെ അവിടുന്ന് പോലീസ് വന്നത് പറഞ്ഞു, ഫാദറിനെ ആരും ഉപദ്രവിച്ചിട്ടുണ്ട്, അപ്പോൾ കാര്യം അതിൽ പാടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ പോലീസ് പറഞ്ഞു കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഫാദറിന്റെ സംസാരിച്ചു, അന്ന് കേസ് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു. സംഭവത്തിൽ അന്വേഷണം നടക്കുന്നതായാണ് മംഗലപുരം SI അറിയിച്ചത്. മുൻകൂർ ജാമ്യം നേടിയെങ്കിലും നിസാമുദ്ദീന്റെ ഭീഷണി തുടരുന്നതായാണ് ഷിറോസ് പറയുന്നത്. RB സനൂപ്, മീഡിയ 1, തിരുവനന്തപുരം.